സമാനമായ രീതിയിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഒരു ആക്രമണത്തിന്റെ സ്വഭാവം ഇറാന്റെ ഇത് പരിശോധിച്ചു കഴിഞ്ഞാലും ഈ ഒരു ചിത്രം കാണാം. പക്ഷെ താരതമ്യേന പ്രഹരശേഷി കുറഞ്ഞ ആയുധങ്ങളാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് അവിടേക്ക് ഉപയോഗിക്കുന്നതിൽ ഭൂരിഭാഗവും ഡ്രോണാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം പ്രത്യേകിച്ചും ഒരു ഡ്രോൺ, അതിൽ തന്നെ ഇന്ന് ചില സാമ്പത്തിക മാധ്യമങ്ങളുടെയും മറ്റും റിപ്പോർട്ടുകൾ പറയുന്നത് ഏതാണ്ട് $20,000 ഇറാൻ ഒരു ഡ്രോണിന് വേണ്ടി ചിലവഴിക്കുന്നത്. പക്ഷെ അത് തകർക്കുവാൻ വേണ്ടി ഏതാണ്ട് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വരുന്നത് 1.2 മില്യൺ, അതായത് 12 ലക്ഷം ഡോളർ മുതൽ ഏതാണ്ട് $20 ലക്ഷം വരെയാണ് അത് പ്രതിരോധിക്കുവാനുള്ള ചിലവ്. അപ്പോൾ ഇത് തന്നെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. അതായത് ഇസ്രായേലിനൊപ്പവും US-നൊപ്പവും നിൽക്കുന്നവരുടെ പരമാവധി സാമ്പത്തികമായി പിറകോട്ടടിപ്പിക്കുക, ഒപ്പം തന്നെ അവരുടെ ഇന്റർസെപ്റ്ററുകൾ എന്ന് വെച്ചാൽ അവരുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി പരമാവധി കുറക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡ്രോണുകൾ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അയക്കുന്നത് എന്നുള്ളൊരു വ്യാഖ്യാനം കൂടി, റിപ്പോർട്ടുകൾ കൂടി ബ്ലൂംബർഗ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ആക്രമണവും പ്രത്യാക്രമണവും പരിശോധിക്കുമ്പോൾ വലിയ തോതിലുള്ള ആക്രമണം ഇറാന് അകത്ത് നടന്നിട്ടുണ്ട്. അവരുടെ വ്യോമത്താവളങ്ങളും മറ്റു കേന്ദ്രങ്ങളും എല്ലാം തന്നെ തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേരുന്നതിനായി അവരുടെ ഉന്നത സഭാ അംഗങ്ങൾ ഇന്ന് യോഗം ചേരാൻ വേണ്ടി ശ്രമിച്ച കെട്ടിടത്തിലേക്കും ഒരു ആക്രമണം നടന്നതായി പറയുന്നു. ഈ ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ളവർ പൂർണ്ണമായും കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ ഇറാൻ തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും യുദ്ധത്തിന്റെ 3-ാം ദിനം പിന്നിടുമ്പോഴും പ്രത്യാക്രമണം തുടരുക തന്നെയാണ്. ഇറാന് തന്നെ ഇതിൽ സവിശേഷമായ ഒരു പ്രത്യേകത പറയേണ്ടത്, അവിടേക്ക് ആവശ്യമായാൽ കരയുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഗസ പോലെ ഒരുപക്ഷെ നമ്മുടെ ഒരു പ്രാദേശിക ഭാഷയിൽ പറയുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയോളം വലിപ്പമുള്ള ഒരു പ്രദേശമായിരുന്നു നേരത്തെ ഗസ. അവിടെ തന്നെ മാസങ്ങളോളം വേണ്ടി വന്നിട്ടുണ്ട് ഇസ്രായേലിന് അവരുടെ മിഷൻ പൂർത്തിയാക്കുകയും ഒടുവിൽ വെടിനിർത്തലിലേക്ക് എത്തുവാനും. പക്ഷേ ഇറാന്റെ ചിത്രം അങ്ങനെയല്ല. ഏതാണ്ട് 31 പ്രവിശ്യകളുള്ള വലിയ എന്ന് വെച്ചാൽ വളരെ ദുർഘടമായ ഭൂഘടനയുള്ള ഒരു പ്രദേശമാണ് ഇറാൻ. അതിൽ തന്നെ അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട് റോയിട്ടേഴ്സ് ഉൾപ്പെടെ പറയുന്നത് ഏതാണ്ട് 4000-ഓളം പർവ്വതങ്ങൾ ഇറാനകത്തുണ്ട്. അതിന്റെ താഴ്ഭാഗങ്ങളിലായിട്ടാണ് പ്രത്യേകമായി ഇവരുടെ വ്യത്യസ്ത പ്രദേശങ്ങളിലായി ഇവരുടെ മിസൈൽ ശേഖരമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്ത് പോയി ആക്രമിച്ച് തകർത്ത് തീർക്കാവുന്ന തരത്തിലല്ല ഇറാൻ അവരുടെ ആയുധ വിന്യാസങ്ങളും സൈനിക വിന്യാസവും ഒരുക്കിയിരിക്കുന്നത്. വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് അഫ്താബ് പറയുന്നത്. കാരണം ഇറാന്റെ ഭൂപ്രകൃതി അതുപോലും കൃത്യമായി മനസ്സിലാക്കാൻ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതും, അതോടൊപ്പം തന്നെയാണ് ഇറാന്റെ കൈവശമുള്ള ആയുധ ശേഖരം അത് എവിടെയൊക്കെ വിന്യസിച്ചിരിക്കുന്നു, എവിടെയൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ കണക്കില്ല. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇറാന്റെ കൈവശമുള്ള ഡ്രോണുകൾ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കുന്ന ഡ്രോണുകളാണ് പല സ്ഥലത്തേക്കും ഇറാൻ അയക്കുന്നത്. ഇസ്രായേലിലേക്കാണെന്നുണ്ടെങ്കിൽ മറ്റിടങ്ങളിലേക്കും അമേരിക്കയുടെ താവളങ്ങളിലേക്കൊക്കെ അയക്കുന്നത്. പക്ഷേ അത് പ്രതിരോധിക്കാൻ വേണ്ടി വരുന്ന ചിലവ് എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ലക്ഷക്കണക്കിന് രൂപ മാത്രം ചിലവാക്കി ഡ്രോണുകൾ ഇറാൻ നിർമ്മിച്ച് അയക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മറ്റിടങ്ങളിൽ ചെലവാക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അപ്പോൾ സാമ്പത്തികമായും ഈ യുദ്ധം ഇറാൻ മറ്റ് രാജ്യങ്ങളുടെ വലിയ തോതിലുള്ള വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കൂടി ഇറാൻ സാധിക്കുന്നു എന്നുള്ളത് പരക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ വ്യക്തത എന്ന് കൂടുതൽ അറിയാനുണ്ട്. അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ്. ഓക്കെ.